അപ്പോൾ വികസനങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നതൊക്കെ കണക്കാണ്. പിന്നെ അവരെ കൊണ്ടൊക്കെ ചെയ്യുന്നു. ഇപ്പം നിലവിൽ ഉള്ള MP 10-29 വർഷം കൊണ്ട് ഇവിടെ മാവേലിക്കരയിലെ MP ആയി നിൽക്കുന്നെങ്കിൽ പോലും നമ്മുടെ ഭാഗങ്ങളിലൊന്നും ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. BJP ഒന്നും ഇവിടെ വരത്തില്ല. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പിന്നെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റും. ഇത്രയേറെ വർഷം കൊണ്ട് നാട് വെക്കും അവരുടെയൊക്കെ പോയി നമ്മളെയൊക്കെ പാത്രം കഴിച്ച് നമ്മുടെ ഇപ്പോഴും ചെയ്തു. അതിലൊരു മെച്ചവും വരാൻ പോകുന്നത് വന്നാൽ നമുക്കൊരു മെച്ചം ഉണ്ടാകാൻ പോകുന്നത്. അതൊക്കെ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അവരുടെ അനുഭവങ്ങൾക്കും ഉണ്ടാകത്തുള്ളൂ. മാവേലിക്കര മണ്ഡലത്തിൽ ചേട്ടൻ ഇലക്ഷൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇലക്ഷൻ എന്ന് വെച്ചാൽ പൊതുവെ നേരത്തെയുള്ള MP ഇവിടെ ഒരു വകയും ചെയ്തിട്ടില്ല. വർഷങ്ങളോട്ടെ ആ കൊടിക്കൻ സുരേഷനാണ് ഇവിടെ MP ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിയാണ് LDF കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പുള്ളിക്കാരൻ ജയിക്കട്ടെ, എല്ലാവരും പറയുന്നത് പുള്ളിക്കാരൻ ജയിക്കുമെന്നാണ്. കൊടിക്കൻ സുരേഷ് കഴിഞ്ഞ വർഷം ഇവിടെ MP ആയിട്ട് നിന്ന് എന്തെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ? വികസനം അതിപ്പോൾ ഈ പറഞ്ഞോണ്ട് ആരൊക്കെ വികസനം കൊണ്ടുവരുന്നു ആരൊക്കെ വരുന്നു പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. വെക്കുന്നവരുള്ളത് ഉള്ളത് കൊണ്ടുവരുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ വികസനങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നതൊക്കെ കണക്കാണ്. പിന്നെ അവരെ കൊണ്ടൊക്കെ ചെയ്യുന്നു. അതാണ് നമുക്കിപ്പം ഈ മാവേലിക്കര മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭാഗങ്ങൾ കിടക്കുക. വിജയിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുക്കുന്നില്ല സുരേഷാണ്. ഈ അരുൺകുമാർ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. BJP എന്തെങ്കിലും BJP ഒന്നും ഇവിടെ വരത്തില്ല. ആർക്കെങ്കിലും നമ്മുടെ ആർക്കും വോട്ട് ചെയ്യും എന്നുള്ളത്. വോട്ട് ചെയ്യും. ഇപ്പോൾ ആര് ജയിച്ചാലും ഒന്നും നമ്മളെ കിടന്ന് ചായ ഒഴിക്കാനും നമ്മളെല്ലാം കഷ്ടപ്പെടും. ഇത്രയേറെ വർഷം കൊണ്ട് നാട് വെക്കും അവരുടെയൊക്കെ പോയി നമ്മളെയൊക്കെ പാത്രം കഴിച്ച് നമ്മുടെ ഇപ്പോഴും ചെയ്തു. അതിലൊരു മെച്ചവും വരാൻ പോകുന്നത് വന്നാൽ നമുക്കൊരു മെച്ചം ഉണ്ടാകാൻ പോകുന്നത്. അതൊക്കെ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അവരുടെ അനുഭവങ്ങൾക്കും ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമുക്കൊന്നും കിട്ടുന്നു ഒന്നും കിട്ടാറില്ല. സാധാരണക്കാർക്ക് എന്നെ സംബന്ധിച്ചോളം ഒന്നും കിട്ടാനുള്ള പരവും വളരെ കുറവാണ്. എൻ്റെ അവര് വോട്ട് ചെയ്യും ഉറപ്പായിട്ടും. ആ ഒരു കാര്യത്തിലൊക്കെ യാതൊരു മാറ്റമില്ല. രാവിലെ തന്നെ വോട്ട് ചെയ്യും. കോൺഗ്രസ് നിൽക്കുന്ന പഴയ കൊടുക്കുന്ന സുരേഷാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വികസനം അല്ലെങ്കിൽ ഇപ്പോൾ ആര് ജയിക്കുമെന്ന ഒരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പിന്നെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റും. ജയിച്ചിരുന്നതിൽ ഇപ്പോൾ ഈ പുതിയതായിട്ട് നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ ജയിക്കാൻ? കമ്മ്യൂണിസ്റ്റിലാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം നല്ലതായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ചെറുതായിട്ടുണ്ട് എല്ലായിടത്തും. എന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. C. അരുൺകുമാർ സഖാവ് സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ജയിക്കും. കാര്യം നമ്മുടെ ഇപ്പം നിലവിൽ ഉള്ള MP 10-29 വർഷം കൊണ്ട് ഇവിടെ മാവേലിക്കരയിലെ MP ആയി നിൽക്കുന്നെങ്കിൽ പോലും നമ്മുടെ ഭാഗങ്ങളിലൊന്നും ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിലായാലും നല്ല രീതിയിൽ നിൽക്കുന്ന നമ്മുടെ സഖാവ് അരുൺകുമാർ തന്നെ വിജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. ഇപ്പോൾ MP ആയിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ വർഷം കൊടിക്കുന്നിൽ സുരേഷാണ്. ചേച്ചിയുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ? വികസനം അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടിൽ വലുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. മാവേലിക്കര മണ്ഡലമാണല്ലോ. അപ്പോൾ ഈ മാവേലിക്കര മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. പുതിയതായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആൾ പുതിയതായിട്ട് നിൽക്കുന്നുണ്ട്. പ്രാവശ്യം ജയിച്ച ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അപ്പോൾ അത് ആർക്കാണ് ഈ വിജയ സാധ്യത കൂടുതലെന്ന് ചേട്ടൻ്റെ വ്യൂവിൽ? നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. എന്നാലും പിന്നെ ഇവിടെ കൊടിക്കുന്നിലിന് വലുതായിട്ട് പ്രവർത്തനം കുറവാണ്. മറ്റൊരു പ്രവർത്തനമുണ്ട്. അത് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഈ 2 വർഷമായിട്ട് MP ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരിൽ എന്തെങ്കിലും ഇവിടെ വികസനം കൊണ്ടുവന്നതായിട്ട് ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ? വികസനം കൊണ്ടുവന്നില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കൊരു പാർട്ടിയില്ല. നമുക്ക് അന്നേരം കാഴ്ചയിൽ അപ്പോൾ നമുക്ക് എന്താണ് നല്ലതെന്ന് തോന്നുന്നത്? അന്നേരം 3 പാർട്ടികളിൽ ഇപ്പം മാവേലിക്കര മണ്ഡലത്തിൽ ഏത് പാർട്ടി വിജയിക്കും എന്നൊരു? ഇപ്പോൾ എടുത്ത സാഹചര്യത്തിൽ ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് LDF സ്ഥാനാർത്ഥിയായ C. അരുൺകുമാറാണ്. അത് സാധാരണ ജനങ്ങൾക്കിടയിലും ഇടത്തരക്കാർക്കിടയിലും ഉണ്ടായിട്ടുള്ള സ്വീകാര്യത
അത് ഇലക്ഷൻ എടുക്കുന്നതോറും വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഉറപ്പായി വരുൺകുമാർ ജയിക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കഴിഞ്ഞ പ്രാവശ്യം MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് എന്തെങ്കിലും വികസനം നമ്മളെ കാഴ്ചപ്പാടിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ 29 വർഷക്കാലം MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് കൊത്തിവെച്ച ഒരു ശിലാഫലകം പോലും ഇവിടെ ഇല്ല. ഈ വാളകമെന്ന് പറഞ്ഞ പ്രദേശത്തേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു വികസന പ്രവർത്തനമോ ഇപ്പോൾ തന്നെയല്ല, ഈ കഴിഞ്ഞ 5 വർഷം അദ്ദേഹം ഇവിടെ ഇലക്ഷന് വന്നുവിട്ട് പോയിട്ടില്ലാതെ പിന്നെ ഇപ്പോൾ ഈ സ്വീകരണ സമയത്താണ് ഞങ്ങൾ സാധാരണക്കാർ കാണുന്നത് അദ്ദേഹത്തെ. അപ്പോൾ അത്രത്തോളം പരിതാപകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മാതൃഭൂമി ചാനലിൽ വന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ 6,24,00,000 രൂപ അദ്ദേഹം ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ പോയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞ വാർത്ത. അത് ഞങ്ങൾ ഈ വേറെ രീതിയിൽ തിരക്കിയപ്പോൾ അത് ഏകദേശം ശരിയുമാണ്. കാര്യം വെച്ചാൽ അവസാന ലാപ്പിലാണ് അദ്ദേഹം, അതിപ്പോൾ കളക്ടറേറ്റ് പോയി നിങ്ങളൊന്ന് തിരക്കിയാൽ മതി, ASന് അദ്ദേഹം എഴുതി കൊടുത്തേക്കുന്നത് കഴിഞ്ഞ മാസമാണ്. ഈ പറഞ്ഞ പല കാര്യങ്ങളും അയാൾ എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്യിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് 3-4 ബോർഡൊക്കെ വെച്ചേക്കുന്നത്. അല്ലാതെ ഇത്രയും നാളായിട്ട് ഒരു വികസന പ്രവർത്തനവും ഈ വാളകത്തോ പരിസര പ്രദേശത്തോ നടത്തിയാൽ ഞങ്ങൾക്ക് ആർക്കും അറിവില്ല.